മുക്കത്തെ കലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖനായിരുന്ന BP മൊയ്തീൻ്റെ 44ാമത് ചരമവാർഷിക ദിനാചരണം BP മൊയ്തീൻ സേവാ മന്ദിറിൽ നടന്നു. 1982 ജൂലൈ 15-നായിരുന്നു ഇരവിഞ്ഞിപ്പുഴ മൊയ്തീൻ്റെ ജീവൻ കവർന്നത്. 1982 ജൂലൈ 15-ന് ഇരവിഞ്ഞിപ്പുഴയിലെ കൊടിയത്തൂർ തെയ്യത്തിക്കടവിലുണ്ടായ തോണി അപകടത്തിൽ മരിച്ച BP മൊയ്തീൻ്റെ 44ാം ചരമവാർഷിക ദിനാചരണമാണ് മുക്കത്ത് നടത്തിയത്. ഒഴുക്കിൽപ്പെട്ട സഹയാത്രികരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു BP മൊയ്തീൻ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. മൊയ്തീൻ്റെ സ്മരണയിൽ മുക്കത്ത് പ്രവർത്തിക്കുന്ന BP മൊയ്തീൻ സേവാ മന്ദിറിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനം CK കാസിം MLA നിർവഹിച്ചു. ഈ മുക്കത്തിൻ്റെ ചരിത്രത്തോടൊപ്പം ചേർത്ത് നിർത്തുന്ന പ്രിയപ്പെട്ട BP മൊയ്തീൻ്റെയും ഓർമ്മകൾ ഈ വേദിയിൽ നമുക്ക് ഓർത്തെടുക്കാനുള്ള അവസരം കൂടിയാണ് ഈ വർഷത്തെ ചരമവാർഷികം. നമുക്കൊരു 44 വർഷം ഞാനന്ന് കോളേജ് പഠിക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ട BP മൊയ്തീൻ സാഹിബ് അപകടത്തിലുണ്ടാകുന്നത്. തൻ്റെ വ്യക്തിപരമായ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി അതിനോട് താതാത്മ്യപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഒരു ശീലമായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഏത് ഭരണകൂടത്തിൻ്റെയും അധികാരവർഗത്തിൻ്റെയും നേരെ വിരൽ ചൂണ്ടി അനീതിയാണെന്നും നീതിനിഷേധമാണെന്നും പറയാൻ ആർജവം കാണിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷെ പലപ്പോഴും അവർ സമൂഹത്തിൻ്റെ ഒരു വെളിച്ചമായി നിലനിൽക്കാറുണ്ട്. അത്തരത്തിൽ ഈ മുക്കത്ത് നിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ വെളിച്ചമായി പ്രകാശിച്ച് അതൊരു ദത്തഗോപുരമായി വളർന്ന പ്രിയപ്പെട്ട BP മൊയ്തീനെയാണ് നമ്മൾ സ്മരിക്കുന്നത്. പ്രൊഫസർ അമിത് ചന്ദമംഗലൂർ BP മൊയ്തീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുക്കം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി മുഖ്യാതിഥിയായിരുന്നു. കാൻഫഡ് പുരസ്കാരം നേടിയ ഡോക്ടർ TS ബേബി ഷക്കീലയെ ചടങ്ങിൽ ആദരിച്ചു. M സുകുമാരൻ, M അശോകൻ, AM ജമീല, K രവീന്ദ്രൻ, മുക്കം ബാലകൃഷ്ണൻ, ദാമോദരൻ കോഴഞ്ചേരി, MA സൗദ, B ഹരിഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ആനന്ദകരകം സ്വാഗതവും പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത മുക്കം.